ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. അപ്പോൾ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി ഇതിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടക്കറി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പം ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ് കേട്ടോ. ഇനി ഒരു പച്ചമുളക് മുറിച്ചത്, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതേ കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകപ്പൊടി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ജീരകപ്പൊടിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാമേ. പക്ഷേ ഈ ഒരു പെരിഞ്ജീരകപ്പൊടി ചേർക്കുമ്പോൾ ഒരു നോൺ വെജിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ കറിക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ തക്കാളി നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇതിപ്പോ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊരു 2 അത്യാവശ്യം വലിയ പൊട്ടറ്റോ ആയിരുന്നേ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം ഒരു 2-3 മിനിറ്റ് ഈ ഒരു മസാലയിൽ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യാം. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഒന്നങ്ങ് മൂടി വെച്ച് കുക്ക് ചെയ്യണം. അപ്പൊ ഇത് ഉരുളക്കിഴങ്ങൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു 4-5 ഉരുളക്കിഴങ്ങ് ഒന്നങ്ങ് ഉടച്ചെടുക്കണം, നമുക്കൊരു കറിക്ക് ഒരു തിക്നെസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും ഡിന്നറിന്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയ പൊട്ടറ്റോ കറിയാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.